വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഏറ്റവും കുറഞ്ഞ കോസ്റ്റിൽ നമ്മളൊരു ബാഗ് പാക്ക് ചെയ്തിരിക്കുന്ന യൂസ്ഫുൾ ആവുന്ന ഒരു പ്രൊഡക്റ്റാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇതിൻ്റെ ലിപ്പിന് ചുറ്റും ചെറിയ ചെറിയ കുരുക്കൾ വരാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. എൻ്റെ കയ്യിൽ കരുതണം കേട്ടോ. നമുക്ക് നോർമൽ ഡെലിവറി ആയിക്കോട്ടെ സിസേറിയൻ ആയിക്കോട്ടെ, നമ്മൾ അവർ കൊണ്ടുപോകുമ്പോൾ നമ്മൾ രണ്ട് സൈഡിലും കൂടി പിന്നെ ഇട്ടിട്ട് ബുഷിട്ട് കെട്ടിവെച്ചാണ് കൊണ്ടുപോകുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ നെയിൽ പോളിഷ് ഇട്ടിട്ടുണ്ടെങ്കിൽ നെയിൽ പോളിഷ് റിമൂവ് ചെയ്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ഞാൻ ഫസ്റ്റ് ഡെലിവറിയിൽ നിന്ന് ഞാൻ പഠിച്ച കാര്യങ്ങളാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് കേട്ടോ. സോപ്പ്, പൗഡർ, ഇങ്ങനത്തെ യാതൊരു സാധനങ്ങളും നമുക്ക് സത്യം പറഞ്ഞാൽ ഹോസ്പിറ്റലിലോട്ടായിട്ട് ആവശ്യമില്ല. ഒരെണ്ണത്തിന് ഒരു 30 രൂപ ആ ഒരു റേഞ്ചാണ് വരുന്നത്. ഞാൻ 3 എണ്ണം മേടിച്ചിട്ടുള്ളൂ. അപ്പം അങ്ങനെ ഒരു അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ മിറ്റൻസും ബൂട്ടീസും മേടിച്ചിട്ടുണ്ട്. ഇതിന് ഒരെണ്ണത്തിന് 40-30 ആ ഒരു റേഞ്ചാണ് റേറ്റ് വന്നിട്ടുള്ളൂ. എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഹൈപ്പർ മാർക്കറ്റിലും ഒക്കെ ഇത് അവൈലബിൾ ആണ്. അല്ലെങ്കിൽ നമുക്ക് ആമസോണിലുണ്ട് ഈ ഒരു സിപ്ലോ കവർ. സത്യം പറഞ്ഞാൽ ഇതാണ് ഏറ്റവും നമുക്ക് അത്യാവശ്യം ഹോസ്പിറ്റലിലോട്ട് മറക്കാതെ നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ ഇത്രയാണ് കേട്ടോ ഞാൻ ഡ്രസ് ഐറ്റംസ് ആയിട്ട് ഞാൻ ബേബിക്ക് വേണ്ടിയിട്ട് കരുതുന്നുള്ളൂ. ടെൻഷൻ ഇല്ലാതിരിക്കും ഇത്ര സാധനങ്ങൾ നമ്മൾ കളക്ട് ചെയ്ത് വെക്കുവാണെങ്കിൽ. കാരണം ഇതെന്റെ എക്സ്പീരിയൻസിൽ നിന്ന് പാക്ക് ചെയ്ത വീഡിയോ ആയതുകൊണ്ട് എനിക്കിതൊക്കെ എന്തായാലും യൂസസ് വരുമെന്ന് ഉറപ്പായിട്ടുള്ള ഒരു ഇതുണ്ട്. ഇപ്പൊ ഞാനിതിവിടെ ചെയ്യാൻ പോകുന്ന ഹോസ്പിറ്റൽ ബാക്ക് പാക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതെന്റെ സെക്കൻഡ് ഡെലിവറി ആണ്. ഞാൻ ഫസ്റ്റ് ഡെലിവറിയുടെ ബാക്ക് പാക്കിംഗ് വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ ആ വീഡിയോ ചെയ്തപ്പോൾ അതിനകത്ത് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പലരോടും ചോദിച്ച് കുറേ വീഡിയോസൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും തീർച്ചയായിട്ടും വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ എങ്ങനെ ഞാൻ എൻ്റെ ബാക്ക് പാക്ക് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ഞാൻ എൻ്റെ സെക്കൻഡ് ഡെലിവറി ആണെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ് ഈ ഒരു ബാക്ക് പാക്ക് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് മുന്നേ മേടിച്ചിരുന്നതിൽ എനിക്ക് കുറേ പ്രൊഡക്ട്സ് ഒക്കെ ആവശ്യമില്ലാത്തതുണ്ടായിരുന്നു. കുറേ സാധനങ്ങളൊക്കെ ആൾക്കാർ കമൻറ്റ് ചെയ്ത് എന്നോട് ഇതൊക്കെ ആഡ് ചെയ്താൽ നന്നായിരിക്കും എന്ന് പറഞ്ഞായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ വേണ്ടാത്തത് ഒഴിവാക്കുകയും വേറെ ആവശ്യമുള്ളതിനെയൊക്കെ ആഡ് ചെയ്യുകയും ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ബേബിക്കായിട്ട് മേടിച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ഏറ്റവും ലളിതമായ രീതിയിൽ ഏറ്റവും കോസ്റ്റ് കുറഞ്ഞ സാധാരണക്കാർക്ക് അഫോർഡബിൾ ആവുന്ന രീതിയിലുള്ളൊരു ബാക്ക് പാക്കിംഗ് ആണ് എൻ്റെ ഈ വീഡിയോ. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് ഫുള്ള് വാച്ച് ചെയ്യണം. എല്ലാവർക്കും ഉപകാരപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമുക്ക് എങ്ങനെ ബാക്ക് പാക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ആദ്യമായിട്ട് ഡെലിവറി ബാക്ക് പാക്ക് ഒക്കെ ചെയ്യുന്നവർ എന്തായാലും ഇതുപോലൊരു ചെക്ക് ലിസ്റ്റ് ആദ്യമേ തന്നെ ഉണ്ടാക്കി വെക്കണം. നമ്മളിപ്പോൾ ആരോട് ചോദിച്ചിട്ടാണെങ്കിലും വീഡിയോസ് കണ്ട് റെഫർ ചെയ്തിട്ടൊക്കെ ആണെങ്കിലും നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളുടെ ഒരു ചെക്ക് ലിസ്റ്റ് നമ്മൾ ആദ്യമേ ഉണ്ടാക്കണം. അതിൽ ഫോർ ബേബി, ഫോർ മദർ, പിന്നെ അതർ ഐറ്റംസ്, ടോയ്ലറ്ററീസ്, അങ്ങനെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം. എന്നിട്ട് നമ്മൾ ഈ ഓരോന്ന് മേടിക്കുന്നതിനനുസരിച്ച് നമ്മൾ എടുത്ത് വെക്കുന്നതിനനുസരിച്ച് ഇത് ടിക്ക് ചെയ്ത് വിട്ടാൽ മതി. അപ്പം ഞാൻ തയ്യാറാക്കിയ ചെക്ക് ലിസ്റ്റാണ് കേട്ടോ ഇതനുസരിച്ചാണ് ഞാനിത് ഓരോന്നും എടുത്ത് വെക്കുന്നത്. ആദ്യം എനിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് പാക്ക് ചെയ്യാൻ പോകുന്നത്. എനിക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന സാധനങ്ങളൊന്ന് കാണാം. ഞാനെല്ലാം ഓരോന്നും ഓരോ സിപ്ലോക്ക് ബാഗിലാക്കി പാക്ക് ചെയ്താണ് വെച്ചിരിക്കുന്നത്. എല്ലാം വാഷ് ചെയ്ത് ഉണങ്ങിയ ക്ലോത്ത്സ് ആണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എടുത്തിരിക്കുന്നത് എനിക്ക് ഇടാനുള്ള ഒരു 4-5 നൈറ്റീസാണ്. ഇതിൻ്റെ അകത്ത് 2 നൈറ്റ് വരുന്നുണ്ട്. അതുപോലെ ഒരു 3 ഫ്രോക്ക് നൈറ്റിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അങ്ങനെ 5 സെറ്റ് ഡ്രസ്സ് എനിക്ക് ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഓപ്പൺ ചെയ്യാവുന്ന ഫീഡിങ് നൈറ്റീസ് ആണ് കേട്ടോ. 3 ഫ്രോക്ക് നൈറ്റി ഫീഡിങ് ആണ്, സിബ് ഉള്ളതാണ്. അതുപോലെ തന്നെ ഒരു നൈറ്റി ഫുള്ളി ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് കേട്ടോ. ഫുള്ളി ഫ്രണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു നൈറ്റിയാണ്. ഇതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആദ്യത്തെ സിസേറിയൻ ആയിരുന്നു. അപ്പോൾ രണ്ടാമത്തെ സിസേറിയൻ ആണോ നോർമലാണോ എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. ഇപ്പോൾ 35 വീക്സിലാണ് കേട്ടോ ഞാൻ ഈ ബാഗ് പാക്ക് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ സിസേറിയൻ ആയിരുന്നുകൊണ്ട് എനിക്ക് ICUലോട്ട് ചോദിച്ചിരുന്നു ഒരു ജോഡി ഡ്രസ്സ്. അപ്പോൾ അവർക്ക് ഇടിക്കാനൊക്കെ എളുപ്പത്തിനാണ് ഞാൻ ഫുള്ളി ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള നൈറ്റി ഒരെണ്ണം മേടിച്ചിരിക്കുന്നത്. പിന്നെ 2 അണ്ടർ സ്കേർട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3 തോർത്ത് എടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു കവറിലായിട്ട് സെപ്പറേറ്റ് ആണ് ഞാൻ അണ്ടർ ഗാർമെന്റ്സ് പാക്ക് ചെയ്തിരിക്കുന്നത്. സാധാ നോർമൽ ബ്രായും പാൻറ്റീസും ആണ് ഉള്ളത്. ഞാൻ മറ്റേ നേഴ്സസ് ബ്രായ ഒന്നും മേടിച്ചിട്ടില്ല. അതിൻ്റെ വലിയ യൂസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സാധാ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധാ ബ്രായും പാൻറ്റീസും ആണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇത്രയും ഡ്രസ്സാണ് ഞാൻ എനിക്ക് ഹോസ്പിറ്റലിലോട്ട് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. പിന്നെ കൂടാതെ ഒരു ജോഡി ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വീട്ടിൽ വരുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു മറ്റേണിറ്റി വെയർ ആണ്. അപ്പോൾ ഞാൻ ബാഗ് പാക്ക് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്ന ബാഗ് ഇത് ഫസ്റ്റ് ഡെലിവറിക്ക് ഞാൻ യൂസ് ചെയ്ത സെയിം ബാഗ് തന്നെയാണ് കേട്ടോ. അത് ഞാൻ കുറേ പേര് എന്നോട് ചോദിച്ചായിരുന്നു. ഞാൻ അതിൻ്റെ അകത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത ബാഗാണ്. അപ്പോൾ ഒരു 2000 ആ ഒരു റേഞ്ച് ആയിരുന്നു കേട്ടോ ഇതിന് വരുന്നത്.
അപ്പോൾ ഞാൻ സെയിം ബാഗ് തന്നെയാണ് ഈ പ്രാവശ്യം യൂസ് ചെയ്യുന്നത്. വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ ഈ ബാഗിലാണ് പാക്ക് ചെയ്യുന്നത്. ഇതൊരു അത്യാവശ്യം വലിപ്പമുള്ളൊരു ബാഗാണ് കേട്ടോ. നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് കൊള്ളും. അന്ന് ഒത്തിരി വലുതുമല്ല, അന്ന് നമുക്ക് ഇതാണ് ക്യാരി ചെയ്യാനൊക്കെ ഈസി ആയിട്ട് ഉള്ളൊരു വലിപ്പം. അപ്പം ഞാൻ എൻ്റെ സാധനങ്ങൾ മാത്രമാണ് ഇതിൻ്റെ അകത്ത് വെക്കുന്നുള്ളൂ. ബേബിക്ക് വേണ്ടിയിട്ട് ഞാൻ വേറെ ബാസ്ക്കറ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് അറേഞ്ച് ചെയ്ത് വെക്കാം. ഞാൻ ഫസ്റ്റ് വെക്കാൻ പോകുന്നത് എനിക്ക് വേണ്ട ഡ്രസ്സസ് ആണ് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ ഇത് ഈ ട്രാവൽ ഓർഗനൈസർ ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. ഒരു 7 പൗച്ചസ് ആണ് കേട്ടോ ഇതിൻ്റെ അകത്ത്. 7 ബാഗാണ് ഇതിൻ്റെ അകത്ത് ഉള്ളത്. ഒരു 500 രൂപയാണ് ഇതിൻ്റെ വില. നല്ല ക്വാളിറ്റി ഉള്ള ബാഗാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ സാധനങ്ങൾ സെപ്പറേറ്റ് ചെയ്ത് വെക്കാം. ഇപ്പോൾ നമ്മളാണ് ബാഗ് പാക്ക് ചെയ്യുന്നത്. കൂടെ ഉള്ളവർക്ക് ഓരോന്നും സെപ്പറേറ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഓരോന്ന് പാക്ക് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഞാൻ എനിക്ക് എടുത്ത ഡ്രസ്സിൽ 4 ജോഡി ഡ്രസ്സാണ് ഇതിൻ്റെ അകത്ത് വെക്കുന്നുള്ളൂ. 4 ജോഡി ഡ്രസ്സും അണ്ടർ സ്കേർട്ടും തോർത്തുമാണ് ഇതിൻ്റെ അകത്ത് വെക്കുന്നത്. അതിൽ നിന്ന് ഞാൻ ആദ്യം പറഞ്ഞ ഫുള്ളി ഓപ്പൺഡ് ആയിട്ടുള്ള ഒരു നൈറ്റ് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇത് ഞാൻ സെപ്പറേറ്റ് ഒരു സിപ്ലോ കവറിലാണ് കേട്ടോ ഇടുന്നത്. കാരണം സിസേറിയനാണെങ്കിലോ നോർമൽ ഡെലിവറി ആണെങ്കിലോ അവർ ചോദിക്കുമ്പോൾ പുറത്ത് നിൽക്കുന്ന ആൾക്ക് പെട്ടെന്ന് കണ്ട് തിരിച്ചറിഞ്ഞ് എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സിപ്ലോ കവറിൽ ഒരു നൈറ്റ് മാത്രം മാറ്റി വയ്ക്കുന്നത്. ഫസ്റ്റ് എൻ്റെ ഡ്രസ്സ് വയ്ക്കാം. പിന്നെ ഞാൻ ആദ്യം കാണിച്ച പോലെ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വീട്ടിലോട്ട് വരുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന ഒരു മറ്റേണിറ്റി വെയർ കുർത്തിയും പാൻസും ആണ്. അത് ഞാൻ ഇതിൻ്റെ അകത്ത് വയ്ക്കുന്നുണ്ട്. പിന്നെ അണ്ടർ ഗാർമെൻറ്റ്സ് പാക്ക് ചെയ്തിട്ടുള്ള ആ ഒരു കവർ കൂടി ഇതിൻ്റെ അകത്ത് വയ്ക്കാം. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 2 ബെഡ്ഷീറ്റാണ് കേട്ടോ. ഇത് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്നവർക്കും യൂസ് ചെയ്യാനായിട്ട് 2 ബെഡ്ഷീറ്റ് എടുത്തിട്ടുണ്ട്. അതും ഈ ബാഗിലാണ് വെക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഐസിയുവിൽ നമുക്കൊരു ഡ്രസ്സ് ചോദിക്കുമെന്ന്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മളോടൊരു വൈറ്റ് മുണ്ടും അവർ ചോദിക്കും. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു വൈറ്റ്, ഇതൊരു പഴയ വൈറ്റ് മുണ്ടാണ്. അത് കഴുകി ഉണക്കി അയൺ ചെയ്ത് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഈ ഒരു മുണ്ടും ഞാൻ ഒരു ട്രാൻസ്പെറൻറ്റ് സിപ്ലോ കവറിലാക്കിയാണ് വെച്ചിരിക്കുന്നത്. ഈ ഒരു നൈറ്റിയും ഒരു വൈറ്റ് മുണ്ടുമാണ് കേട്ടോ നമ്മളോട് ചോദിക്കുന്നത് അവർ. അപ്പോൾ ഇത് രണ്ടും ഞാൻ സെപ്പറേറ്റ് ചെയ്ത് ഏറ്റവും മുകളിലായിട്ട് വെക്കുന്നുണ്ട്. കാരണം കൂടെ നിൽക്കുന്ന ആൾക്ക് പെട്ടെന്ന് എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ഏറ്റവും മുകളിൽ ലാസ്റ്റ് വെക്കുന്നത്. ഇത്ര ആണോ ഞാൻ ഡ്രസ്സസ് ആയിട്ട് എനിക്ക് വേണ്ടി എടുത്തിരിക്കുന്ന സാധനങ്ങൾ. നമ്മൾ ഒരുപാട് ഡ്രസ്സസൊക്കെ വലിച്ചു വാരി കൊണ്ടുപോകേണ്ട കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മളിപ്പോൾ ഒരു സിസേറിയൻ ആണെങ്കിൽ ഒരു 5 days ആണ് ഹോസ്പിറ്റലിൽ നിൽക്കുന്നത്. നോർമൽ ഡെലിവറി ആണെങ്കിൽ ഒരു 3 days കഴിയുമ്പോൾ നമ്മൾ ഡിസ്ചാർജ് ആയി വീട്ടിൽ വരും. വേറെ ബേബിക്കോ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നോർമലി നമുക്ക് അത്രയും ഡേയ്സിൻ്റെ ആവശ്യമാണ് ഉള്ളൂ. പിന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്, മറക്കാതെ കരുതേണ്ട ഒന്നാണ് സാനിറ്ററി പാഡ്. അപ്പോൾ ഞാനൊരു വിസ്പറിൻ്റെ എക്സ്ട്രാ ലാർജ് ഒരു പാക്കറ്റ് മേടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സാധാരണ ഒരു ലാർജ് സൈസും ഒരു പാക്കറ്റ് മേടിച്ചിട്ടുണ്ട്. അതുകൂടി ഞാൻ ഈ ബാഗിൽ വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ എനിക്ക് വേണ്ടി മേടിച്ചത് എന്താണെന്ന് വെച്ചാൽ 2 ചപ്പൽസ് ആണ് കേട്ടോ. ഇത് ഞാൻ ഫസ്റ്റ് വീഡിയോ പാക്ക് ചെയ്തപ്പോൾ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോയിൽ അത് കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഒരുപാട് പേര് കമൻ്റായിട്ട് പറഞ്ഞായിരുന്നു ചപ്പൽ എടുക്കുന്നത് നല്ലതായിരിക്കും ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യാമെന്ന്. സത്യം പറഞ്ഞാൽ ഞാനത് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ മറന്നുപോയതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ചപ്പൽ എന്തായാലും മറക്കാതെ തന്നെ ആദ്യമേ തന്നെ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതെനിക്ക് യൂസ് ആവുമെന്നും എനിക്ക് അറിയത്തില്ല. കാരണം എനിക്ക് സിസേറിയൻ ആയതുകൊണ്ട് ഡെലിവറി കഴിഞ്ഞപ്പോൾ കാലിനൊക്കെ നല്ല നീരുണ്ടായിരുന്നു. ഇപ്രാവശ്യം എങ്ങനെയാണെന്ന് അറിയത്തില്ല, എങ്കിലും ഞാനിത് എടുത്തിട്ടുണ്ട്. ഇതും ഞാൻ ഈ ഒരു ബാഗിൽ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഡ്രസ് ഐറ്റംസും ബാക്കി കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞു. ഇത്ര സാധനങ്ങളുടെ ആവശ്യമേ ഉള്ളൂ. ഇനി വേണ്ടത് അതർ ഐറ്റംസ് ആട്ടോ. നമുക്ക് ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ആവശ്യമായിട്ട് വരുന്ന വേറെ ഐറ്റംസ് ഒക്കെയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ ഇതൊരു ടിഷ്യൂ ബോക്സ് ആണ്. നമുക്ക് കൈ തുടയ്ക്കാനും ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഞാനൊരു പെട്ടി ടിഷ്യൂ എടുത്തിട്ടുണ്ട്. അതും ഈ ബാഗിൽ വയ്ക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ വരുമല്ലോ ഹോസ്പിറ്റലിലാകുമ്പോൾ, എന്തെങ്കിലും പൊതിയാനോ ഇങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ 2-3 ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ബാഗിൽ വെക്കാം. അതോടൊപ്പം തന്നെ 2 ക്യാരി ബാഗും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രസ്സസ്, വാഷ് ചെയ്യാനുള്ള ഡ്രസ്സസ് നമുക്ക് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ്. അതും ഞാൻ ഈ ബാഗിലാണ് വെക്കുന്നത്.
ഇത് നമുക്ക് ഹോസ്പിറ്റലായിരിക്കും നമുക്കറിയാം നമുക്ക് വേറെ എന്തൊക്കെ സാധനങ്ങളുടെ ആവശ്യമാണ് വരിക. എനിക്ക് അത്യാവശ്യം തോന്നിയ സാധനങ്ങളാണ് ഇതിനകത്ത് കാണിക്കുന്നത്. നൈഫ് എടുത്തിട്ടുണ്ട്, നമുക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു സിസേഴ്സ് എടുത്തിട്ടുണ്ട്, നമുക്ക് എന്തെങ്കിലുമൊക്കെ തുണിയോ എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ ഞാനൊരു സാനിറ്റൈസർ എടുത്തിട്ടുണ്ട്. ഇതും എന്നോട് ആദ്യത്തെ വീഡിയോ കണ്ടിട്ട് ഒത്തിരി പേര് പറഞ്ഞായിരുന്നു ഒരു സാനിറ്റൈസർ എടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഞാനൊരു സാനിറ്റൈസർ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇങ്ങനത്തെ ഒരു ടിഷ്യൂ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ടേബിളൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ടിഷ്യൂ ആണ്. അതിൻ്റെ ഒരു ചെറിയൊരു പാക്കറ്റ് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ടോയ്ലറ്ററി ഐറ്റംസ് ആണ് കേട്ടോ. അതിൽ ഫസ്റ്റായിട്ട് ഞാൻ ബ്രഷ് എടുത്തിട്ടുണ്ട്. ബ്രഷും പേസ്റ്റും ഇതും എനിക്കും പിന്നെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്കും വേണ്ടിയിട്ടുള്ള ബ്രഷാണ്. ഒരു പേസ്റ്റ് എടുത്തിട്ടുണ്ട്, ഫേസ് വാഷ് എടുത്തിട്ടുണ്ട്, ഒരു ഹാൻഡ് വാഷ് എടുത്തിട്ടുണ്ട്, ബാത്ത് സോപ്പ് എടുത്തിട്ടുണ്ട്, ഒരു ഡോക്ടർ വാഷിൻ്റെ ഒരു സോപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഡ്രസ്സൊക്കെ എങ്ങാനും വാഷ് ചെയ്യണമെങ്കിൽ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു സോപ്പ് പൊട്ടി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയൊരു പാരച്യൂട്ടിൻ്റെ ഓയിൽ എടുത്തിട്ടുണ്ട്, എൻ്റെ ഡെറ്റോൾ, പിന്നെ ഒരു ഷാമ്പൂ കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി ഈ ഒരു കവറിലിടാം. ഇതെല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്നതാണ് എപ്പോഴും നമുക്ക് എടുക്കാനൊക്കെ ആണെങ്കിലും എളുപ്പം. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പാക്ക് ചെയ്യുന്നത്. ഇത് ഈ ഒരു ബാഗിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ നൈഫും സിസേഴ്സും ഞാനിവിടെ വീട്ടിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് കവറില്ലാത്തതുകൊണ്ട് ഞാനതൊരു ന്യൂസ് പേപ്പറിൽ ഇങ്ങനെ പൊതിയുന്നുണ്ട്. ഇതുകൊണ്ട് വേറെ നമ്മുടെ ബാഗിലുള്ള വേറെ സാധനങ്ങളൊന്നും മുറിയരുതല്ലോ. ഇത് പാക്ക് ചെയ്തിട്ട് നമുക്കത് ഇവിടെ വയ്ക്കാം. അപ്പോൾ ഇത്ര ഐറ്റംസ് ആണ് കേട്ടോ ഞാൻ ഈ ഒരു ബാഗിൽ, വലിയ ബാഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ക്ലോസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെയാണ്. വേറെ ഒന്നും നമ്മളങ്ങനെ എക്സ്ട്രാ ഒത്തിരി പൈസ ഒന്നും കൊടുത്ത് പുറത്തൊന്നും മേടിച്ചിട്ടില്ല. ചെറിയ ചെറിയ ഐറ്റംസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രത്തിൻ്റെ ആവശ്യമുള്ളൂ സത്യം പറഞ്ഞാൽ ഹോസ്പിറ്റലിലോട്ട് നമുക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസ്. ഇനിയാണ് ഈ വീഡിയോയിൽ ഏറ്റവും നിങ്ങൾക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേബിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ഹോസ്പിറ്റലിലോട്ട് പോകുമ്പോൾ കരുതേണ്ടതെന്നുള്ളത്. അതാണല്ലോ നമുക്ക് എല്ലാവർക്കും അമ്മമാർക്കൊക്കെ ഏറ്റവും ഡൗട്ട്, എന്താണ് മേടിക്കേണ്ടത്. കുറേ ആൾക്കാർ പറയും ബേബിക്ക് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ മേടിച്ച് വെക്കരുത്. അങ്ങനെയൊക്കെ എനിക്ക് ആദ്യത്തെ വീഡിയോസിൽ കുറേ കമൻറ്റ് വന്നായിരുന്നു കേട്ടോ. പക്ഷെ സത്യം പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ബേബിക്ക് വേണ്ടിയിട്ട് നേരത്തെ മേടിച്ച് എല്ലാം വാഷ് ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിലാണ് ഞാൻ എനിക്ക് ബേബിക്ക് വേണ്ടിയിട്ടുള്ള പ്രൊഡക്ട്സ് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ എൻ്റെ ഫസ്റ്റ് വീഡിയോ കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഇതാണ് ഞാൻ ഫസ്റ്റ് ഡെലിവറിക്കും ബാക്ക് പാക്കിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ബാസ്ക്കറ്റ്. അത് തന്നെയാണ് ഞാൻ ഇപ്പോഴും എടുക്കുന്നത്. കാരണം എൻ്റെ 2 ഡെലിവറി തമ്മിൽ ഒരു 2 ഇയേഴ്സിൻ്റെ ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ബാസ്ക്കറ്റ് ഒരു 350 ആ ഒരു റേഞ്ച് വരുന്നുള്ളൂ. പക്ഷെ ഇപ്പോഴും അത് പോകാതെ നല്ല രീതിയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ബാസ്ക്കറ്റ് തന്നെയാണ് ഈ ഒരു ബാക്ക് പാക്കിങ്ങിന് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റായിട്ട് മേടിച്ചതെന്ന് പറഞ്ഞാൽ നമുക്കൊരു ടർക്കിയാണ് കേട്ടോ ബേബിക്ക് വേണ്ടിയിട്ട്. ബേബീനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ചൊരു ടർക്കിയാണ്. ഇതെല്ലാം ഞാൻ വാഷ് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ബേബിക്ക് വേണ്ടി മേടിച്ച എല്ലാ സാധനങ്ങളുടെ ഒരു എമൗണ്ട് കൂടി ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രയും കോസ്റ്റ് മതി നമുക്ക് ബേബിക്ക് വേണ്ടിയിട്ടുള്ള പ്രൊഡക്ട്സിൽ നിന്ന്. ഈ ഒരു ടർക്കി ഒരു യെല്ലോ ബ്ലൂ കളർ കോമ്പിനേഷനിലുള്ള ഒരു നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ടർക്കിയാണ്. എന്നാൽ നമുക്ക് ബേബീസിന് നമുക്ക് നല്ല ചൂടിലാണല്ലോ അവരെ കിടത്തേണ്ടത്. അപ്പോൾ അതിനുള്ളൊരു ഇതിൻ്റെ അകത്ത് നമ്മൾ റാപ്പ് ചെയ്ത് കിടത്തുമ്പോൾ അതിനുള്ളൊരു ചൂട് നമുക്ക് ബേബിക്ക് കിട്ടും. നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയലാണ്. ഞാൻ വാഷ് ചെയ്തിട്ട് കളർ പോവുക അങ്ങനെയൊന്നും ചെയ്തില്ല. നല്ലൊരു ടർക്കിയാണ് കേട്ടോ. ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ 350 ആണ്. ഞാനിത് ഓൺലൈനിലൊന്നും അല്ല മേടിച്ചത്, ഞങ്ങളുടെ അടുത്തുള്ളൊരു ബേബീസിൻ്റെ ഷോപ്പിൽ നിന്നാണ് മേടിച്ചത്. ഇത് ഞാൻ വാഷ് ചെയ്ത് ഉണക്കി അയൺ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നമുക്ക് എന്തായാലും ബേബീനെ ഹോസ്പിറ്റലിൽ നിന്ന് തരുമ്പോൾ അവരൊരു ടർക്കിയിലായിരിക്കും തരുന്നത്. എന്നിരുന്നാലും നമുക്ക് നമ്മുടെ ബേബിക്ക് ഒരു നമ്മുടെ കയ്യിലോട്ട് കിട്ടുമ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു ടർക്കി വേണമല്ലോ റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നല്ലൊരു ടർക്കി മേടിച്ചത്. ഞാനിങ്ങനെ ഒരു ട്രാൻസ്പെറൻറ്റ് കവറിൽ ഇട്ട് വെക്കുന്നുണ്ട്.
നമ്മൾ ഈ ബേബിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ ഹോസ്പിറ്റലിലോട്ടുള്ള സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ ഒത്തിരി എമൗണ്ട് കൂടി ഇത് മേടിക്കണമെന്നൊന്നുമില്ല കേട്ടോ. കാരണം നമുക്കിതൊക്കെ വളരെ കുറഞ്ഞ മാസങ്ങളുടെ യൂസസ് മാത്രമാണ് വരുന്നുള്ളൂ. ഇതാണ് ഞാൻ പുതിയതായിട്ട് മേടിച്ച ടർക്കി. അത് കൂടാതെ എൻ്റെ കയ്യിൽ ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് ഡെലിവറിയുടെ സാധനങ്ങൾ ഞാൻ ഇതിൻ്റെ അകത്ത് ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഞാനൊന്നും കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല, എല്ലാം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം നല്ലപോലെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഞാൻ എൻ്റെ ബേബിക്ക് യൂസ് ചെയ്തിട്ടുള്ള 2-3 ടർക്കി കൂടി ഈ ഒരു പാക്കിങ്ങിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇതും ഒരു 250-300 ആ ഒരു റേഞ്ചസ് വരുന്ന ടർക്കീസ് ആണ് കേട്ടോ. നമുക്ക് ഈ ടർക്കി ഈ ഒരു ബാസ്ക്കറ്റിൽ വെക്കാം. ഈ ടർക്കി ഞാൻ ലാസ്റ്റാണ് കേട്ടോ വെക്കുന്നുള്ളൂ. നമുക്ക് ആദ്യമേ എടുക്കേണ്ടതായതുകൊണ്ട് ലാസ്റ്റ് നമുക്കിത് വെക്കാം. ഇതിവിടെ മാറ്റി വെക്കാം. പിന്നെ ഞാൻ മേടിച്ചിരിക്കുന്നത് വൈറ്റ് ക്ലോത്ത് ആണ്. ഇത് ഞാൻ ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. നമുക്ക് വൈറ്റ് ക്ലോത്ത് ഹോസ്പിറ്റലിലോട്ടായിട്ട് നമുക്ക് ഇങ്ങനെ മേടിക്കാൻ കിട്ടും സെപ്പറേറ്റ്. ഞാൻ വലിയ ക്ലോത്ത് മേടിച്ചിട്ട് അത് കട്ട് ചെയ്ത് സൈഡൊക്കെ അടിച്ച് വാഷ് ചെയ്ത് അയൺ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഈ ക്ലോത്തിൻ്റെ കാര്യത്തിൽ ഒരുപാട് പേര് എന്നോട് ഡൗട്ട് ചോദിച്ചായിരുന്നു. നമ്മൾ ഈ ക്ലോത്ത് ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുമോ, ഡയപ്പർ ആയിരിക്കില്ലേ യൂസ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചായിരുന്നു. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ് കേട്ടോ. നമുക്ക് ക്ലോത്ത് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം, ഡയപ്പർ യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ രണ്ടും യൂസ് ചെയ്തിരുന്നു. പിന്നെ എല്ലാവരുടെയും കുറേ ഡൗട്ടായിരുന്നു ഈ ഒരു ക്ലോത്ത് നമ്മൾ ഏതൊരു വലിപ്പത്തിലാണ് കട്ട് ചെയ്യേണ്ടതെന്നുള്ളത്. ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത് ഒരു 60 സെൻറ്റിമീറ്റർ, അതായത് നമ്മൾ സ്ക്വയർ ആയിട്ടാണ് ഇത് കട്ട് ചെയ്യുന്നത്. എന്നാലാണല്ലോ നമുക്കിത് ഇങ്ങനെ ക്രോസായി മടക്കിയിട്ട് നമുക്ക് ബേബീനെ ഉടുപ്പിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ 60 സെൻറ്റിമീറ്റർ നീളവും വീതിയിലാണ് ഈ ഓരോ ക്ലോത്ത്സ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ മേടിക്കുന്ന തുണിയുടെ വീതി അനുസരിച്ചിരിക്കും നമ്മൾ കട്ട് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ ഒരുപാട് ചെറുതായിട്ട് കട്ട് ചെയ്താൽ പെട്ടെന്ന് ബേബി വലുതാവില്ല. അപ്പോൾ നമുക്ക് പിന്നെ ഇതിൻ്റെ യൂസ് ഇല്ലാതെ വരും. ഇത് ഞാൻ ഒരു 10 മീറ്റർ തുണിയാണ് മേടിച്ചിരിക്കുന്നത്. ഏകദേശം ഒരു 700 രൂപയായിട്ടുണ്ട്. ഇതിൽ നിന്ന് ഞാനൊരു 30 ഇതുപോലത്തെ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് നമുക്ക് മതിയാവും. ഒരു അത്യാവശ്യം ഒരു 5-6 മാസം യൂസ് ചെയ്യാനായിട്ട്, വീട്ടിൽ വന്നിട്ടൊക്കെ ആണെങ്കിലും യൂസ് ചെയ്യാനായിട്ട് ഇത്തരം ക്ലോത്ത്സ് മതി. ഇത് ധാരാളമാണ്. ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു വൈറ്റ് ക്ലോത്ത് മേടിച്ച് പൈസ കളയാനില്ലാത്തവർ നമ്മുടെ വീട്ടിലുള്ള പഴയ വൈറ്റ് മുണ്ടില്ലേ, നമുക്കറിയാവുന്ന റിലേറ്റീവ്സിൻ്റെ ആരോടെങ്കിലും ചോദിച്ചാൽ മതി. അതിൻ്റെ അകത്ത് വൈറ്റ് സോഫ്റ്റ് ആയിട്ടുള്ള മുണ്ട് യൂസ് ചെയ്യുന്നവരുടെ മുണ്ട് മേടിച്ച് നമുക്ക് വാഷ് ചെയ്ത് യൂസ് ചെയ്താലും മതി. അപ്പം എനിക്ക് അങ്ങനെ കിട്ടാൻ മാർഗ്ഗമില്ലാത്തതുകൊണ്ടാണ് ഞാൻ വൈറ്റ് ക്ലോത്ത് മേടിച്ചത്. വൈറ്റ് ക്ലോത്താണ് ഞാൻ ഈ ഒരു ബാഗിൽ മുഴുവൻ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതും ഈ ഒരു ബാഗിലുണ്ട്. പിന്നെ ഞാൻ 2 ചെറിയ തോർത്ത് മേടിച്ചിട്ടുണ്ട് കേട്ടോ. വൈറ്റ് തോർത്ത് മേടിച്ചിട്ടുണ്ട്. ഇതും വാഷ് ചെയ്ത് സൈഡൊക്കെ അടിച്ച് ഉണങ്ങിയതാണ്. ഇത് നമുക്ക് എന്തെങ്കിലും കുറേ പേര് ഇതിൻ്റെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി പേർക്ക് നമ്മൾക്ക് ബേബീനെ ഹോസ്പിറ്റലിൽ വെച്ച് കുളിപ്പിക്കുമോ എന്നൊക്കെ. സത്യം പറഞ്ഞാൽ ബേബീനെ ഹോസ്പിറ്റലിൽ വെച്ച് കുളിപ്പിക്കില്ല. അതെനിക്ക് സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഡെലിവറിയിൽ അറിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ബേബിക്ക് വേണ്ടിയിട്ട് സോപ്പും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഈ വീഡിയോയിൽ ഒഴിവാക്കിയിട്ടുണ്ട്. സോപ്പ്, പൗഡർ, ഇങ്ങനത്തെ യാതൊരു സാധനങ്ങളും നമുക്ക് സത്യം പറഞ്ഞാൽ ബേബിക്ക് ഹോസ്പിറ്റലിലോട്ടായിട്ട് ആവശ്യമില്ല. നമ്മൾ വീട്ടിൽ വന്നതിന് ശേഷം ബേബിയുടെ പുക്കിൾ പൊടി പോയതിന് ശേഷം മാത്രമാണ് നമ്മൾ ബേബീനെ കുളിപ്പിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ സോപ്പ് കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല. എന്നാലും നമുക്ക് എന്തെങ്കിലും ബേബിനെ എന്തെങ്കിലും തുടയ്ക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ച് മാത്രമാണ് ഞാൻ ഈ 2 വൈറ്റ് തോർത്ത് മാത്രം ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തുന്നത്. അടുത്ത ഐറ്റം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബേബിക്ക് വേണ്ട ഉടുപ്പാണ് കേട്ടോ. ചെറിയ കെട്ടുടുപ്പാണിത്. ഇതിനെന്തോ ജബ്ലാസ് എന്ന് എന്താണെന്ന് പറയുന്നത്. ഞാനിതെല്ലാം മേടിച്ചിരിക്കുന്നത് വൈറ്റാണ്. വൈറ്റായിട്ടുള്ള ഇങ്ങനെ കെട്ടുന്ന ടൈപ്പ് ഉടുപ്പാണ് മേടിച്ചിരിക്കുന്നത്. ഇതൊക്കെ ന്യൂ ബോൺ സൈസാണ് കേട്ടോ. നമുക്ക് എല്ലാ ബേബീസിൻ്റെ ഷോപ്പിലും ഇത് അവൈലബിൾ ആണ്. ഇതിന് ഒരെണ്ണത്തിനത് 40-30 ആ ഒരു റേഞ്ചാണ് റേറ്റ് വന്നിട്ടുള്ളൂ. ഒരു ഫുൾ വൈറ്റ് മേടിച്ചിട്ടുണ്ട്. എല്ലാം വൈറ്റാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു വൈറ്റിൽ ചെറിയ പ്രിൻസ് വരുന്ന ടൈപ്പ് ഒരെണ്ണം മേടിച്ചിട്ടുണ്ട്. ഇതൊക്കെ ന്യൂ ബോൺ സൈസാണ് കേട്ടോ. നമുക്ക് എല്ലാ ഷോപ്പിലും അവൈലബിൾ ആണ്. ഇതിനൊക്കെ എന്തായാലും ഇതിന് ഞാൻ ഒരു 6 ഉടുപ്പാണ് കയ്യിലെടുത്തിരിക്കുന്നത്. ഈ 6 എണ്ണത്തിനും 6 വിലയാണ്. ഒരു 40 മുതൽ 60-70 രൂപ വരെയുള്ള ഡിഫറെൻറ്റ് വിലയിലുള്ള ഉടുപ്പുകളാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. ഇതെന്തോ മസ്ലിൻ ക്ലോത്താണെന്ന് എനിക്ക് തോന്നുന്നത്. അവരങ്ങനെ പറഞ്ഞത്. അതിനൊരു 70 രൂപയാണെന്ന് തോന്നുന്നു ഒരു പീസിന് വന്നിട്ട്. ഇത് മസ്ലിൻ ക്ലോത്തിൻ്റെ ഒരെണ്ണം ഞാൻ 2 എണ്ണം മേടിച്ചിട്ടുണ്ട്. പിന്നെ 2 ബനിയൻ ക്ലോത്ത്,
പിന്നെ 2 എണ്ണമല്ല, ബാക്കി എല്ലാം ബനിയൻ ക്ലോത്തിൻ്റെ ആണ് കേട്ടോ. ചെറിയ ഡോട്ടുകളും ചെറിയ പ്രിൻ്റൊക്കെ വരുന്ന എല്ലാം നല്ല ക്യൂട്ട് ഉടുപ്പാണ്. നല്ല ഭംഗിയുള്ള നല്ല സോഫ്റ്റ് ഉടുപ്പുകളാണ്. ഇതിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ നമുക്ക് സത്യം പറഞ്ഞാൽ ബേബിക്ക് വേണ്ടിയിട്ട്. ഞാനല്ലാതെ വേറെ ഉടുപ്പുകളൊന്നും കയ്യിൽ കരുതുന്നില്ല. ഈ ഒരു ഉടുപ്പ് ഇത്ര മാത്രമാണ് ഞാൻ മേടിച്ചിട്ടുള്ളൂ. ഇതും ഞാൻ വാഷ് ചെയ്ത് അയൺ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അത് നമുക്കിങ്ങനെ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സിപ്ലോ കവറിൽ തന്നെ ഇട്ട് വെക്കാം കേട്ടോ. നമ്മുടെ കൂടെ നിൽക്കുന്നവർക്ക് കണ്ടു പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ബേബിനെ ആയിരിക്കുമല്ലോ ആദ്യം എന്തായാലും ഇറക്കുന്നത്. അപ്പോൾ പുറത്ത് നിൽക്കുന്നവർക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കവറിൽ ഇടുന്നത്. ഈ ഒരു സിപ്ലോ കവറും ഒരുപാട് പേർക്ക് സംശയമായിരുന്നു എവിടെ നിന്നാണ് ഞാൻ മേടിച്ചതെന്നുള്ളത്. ഇത് ഞാൻ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നിന്നാണ് മേടിച്ചത്. എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഹൈപ്പർ മാർക്കറ്റിലും ഒക്കെ ഇത് അവൈലബിൾ ആണ്. അല്ലെങ്കിൽ നമുക്ക് ആമസോണിലുണ്ട് ഈ ഒരു സിപ്ലോ കവർ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ അതിൻ്റെ ലിങ്ക് ഇട്ട് തരാം. ഞാനതും ഈ ഒരു ബാസ്ക്കറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് മേടിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ബേബീസിനെ ഉണ്ടായി കഴിയുമ്പോൾ തന്നെ നമുക്ക് അവർക്ക് കുറേ നെയിൽസ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് അവരുടെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നായതുകൊണ്ട് അതുകൊണ്ട് അവർക്ക് മുഖമൊക്കെ സ്കിന്നൊക്കെ മുറിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാനിങ്ങനത്തെ മിറ്റൻസും ബൂട്ടീസും മേടിച്ചിട്ടുണ്ട്. 2 സെറ്റാണ് മേടിച്ചിട്ടുള്ളൂ. നമുക്ക് അവരുടെ കയ്യിലിങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. കയ്യിലിങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അവർക്ക് സ്കിന്നിലൊന്നും കൊണ്ട് സ്ക്രാച്ചസ് ആവാതിരിക്കും. പിന്നെ ഇതൊരു ബൂട്ടീസാണ്, നമുക്ക് കാലിലിടുന്ന ഒരു സോക്സാണ്. അതിൻ്റെ തന്നെ 2 സെറ്റ് ഉണ്ട് കേട്ടോ. ഇത് വേറൊരു സെറ്റാണ്, ഇത് വേറെ. ഇത് ഞാൻ ഫസ്റ്റ് ഡെലിവറിക്ക് യൂസ് ചെയ്തതാണ്. എനിക്ക് വലിയ യൂസസ് ഒന്നും അങ്ങനെ വന്നിട്ടില്ല. അത് അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഈ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു സെറ്റ് മാത്രമാണ് ഞാൻ പുതിയതായിട്ട് മേടിച്ചിട്ടുള്ളൂ. ഇത് പഴയത് എടുത്തതാണ്. പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു ഇതാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു ടവല്. നമ്മൾ ഫീഡ് ചെയ്തതിന് ശേഷം നമുക്ക് ബേബിയുടെ ഫേസ് വൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനത്തെ സോഫ്റ്റ് ക്ലോത്തിൻ്റെ ടവൽസ് വളരെ അത്യാവശ്യമാണ്. ഒരെണ്ണം കാണിച്ചു തരാം. ഈ ഒരു സൈസാണ്, വളരെ ചെറുതാണ് പക്ഷെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. ഇതൊക്കെ ഞാൻ വാഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നമ്മൾ ഫീഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഫേസ് തുടച്ചു കൊടുത്തില്ലെങ്കിൽ ഫേസിൻ്റെ ലിപ്പിന് ചുറ്റും ചെറിയ ചെറിയ കുരുക്കൾ വരാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇതൊരു 3 എണ്ണമാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. നമുക്ക് വാഷ് ചെയ്ത് യൂസ് ചെയ്യാം. അതും ഞാൻ ഇതിൻ്റെ ഒപ്പമാണ് വെക്കുന്നത്. അത് ഇങ്ങനെ ഒരു ട്രാൻസ്പെറൻറ്റ് കവറിൽ നമുക്ക് ഇട്ട് വയ്ക്കാം. ഈ മിറ്റൻസിൻ്റെ സോക്സിൻ്റെ ഒക്കെ സെറ്റിനൊരു 140 ആ ഒരു റേഞ്ചാണ് വരുന്നുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞ ടവലിന് വൈപ്പ് ചെയ്യുന്ന ഫേസ് ടവലിന് ഒരെണ്ണത്തിന് ഒരു 30 രൂപ ആ ഒരു റേഞ്ചാണ് വരുന്നത്. ഞാൻ 3 എണ്ണം മേടിച്ചിട്ടുള്ളൂ. അപ്പം അങ്ങനെ ഒരു 120 രൂപയാണ് ഈ 3 ടവലിനും കൂടെ ആയത്. പിന്നെ ഈ തോർത്ത് ഞാൻ പറഞ്ഞില്ല, എന്തെങ്കിലും ആവശ്യത്തിന് നമുക്ക് തുടയ്ക്കാമെന്ന് പറഞ്ഞു. ഈ ഒരു തോർത്തിന് ഈ ഒരു 25 രൂപയ്ക്കേ ഉള്ളൂ കേട്ടോ. സാധാരണ എല്ലാ തുണിക്കടയിലും ഇത് കിട്ടുന്നതാണ്. അപ്പം അത് ഞാൻ 2 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ ഈ ഒരു കവറിലാണ് ഇട്ടിരിക്കുന്നത്. അത് നമുക്ക് ഈ ഒരു ബാസ്ക്കറ്റിൽ വെക്കാം. അപ്പം ഇത്രയാണ് കേട്ടോ ഞാൻ ഡ്രസ്സ് ഐറ്റംസ് ആയിട്ട് ഞാൻ ബേബിക്ക് വേണ്ടിയിട്ട് കരുതുന്നുള്ളൂ. സത്യം പറഞ്ഞാൽ ഇത്രയും ധാരാളമാണ്, ഇത്രയും മതി. നമുക്ക് ടെൻഷൻ ഇല്ലാതിരിക്കുക ഇത്രയും സാധനങ്ങൾ നമ്മൾ കളക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ. കാരണം അല്ലെങ്കിൽ നമ്മുടെ ബേബി ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം മേടിക്കാമെന്ന് വെച്ചാൽ നമ്മുടെ കൂടെയുള്ള ആൾക്കാർ അതിന് വേണ്ടി ഓടേണ്ടി വരും. പിന്നെ നമുക്ക് വാഷ് ചെയ്യാതെയൊക്കെ യൂസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സത്യം പറഞ്ഞാൽ ഞാൻ ഈ സാധനങ്ങൾ മേടിച്ച് വാഷ് ചെയ്തിട്ടപ്പോൾ ഇതിനകത്ത് ഒരുപാട് പൊടി ഉണ്ടായിരുന്നു കേട്ടോ. വൈറ്റ് ക്ലോത്തൊക്കെ ഒരുപാട് തവണ കഴുകി പിന്നെയാണ് അതിൻ്റെ പൊടിയൊക്കെ പോയത്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ മറ്റുള്ളവർ പറയുന്നൊന്നും കേൾക്കരുത്. നമ്മുടെയാണ് ബേബി, നമ്മളാണ് അവരെ കെയർ ചെയ്യേണ്ടത്. അതുകൊണ്ട് നമുക്ക് ഡെലിവറിക്ക് മുന്നേ ഇതൊന്നും ഈ ഒരു നമ്മുടെ സാഹചര്യത്തിൽ നമ്മൾ മേടിച്ച് വെക്കുന്നുണ്ട് യാതൊരു തെറ്റുമില്ല. പിന്നെ ഇതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇത്രയും സാധനങ്ങളാണ് ബേബിക്ക് വേണ്ടിയിട്ട് മേടിച്ചിരിക്കുന്ന തുണി ഐറ്റംസ്. പിന്നെ വേറെ നമുക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു പ്രൊഡക്റ്റാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇത് ക്വിക്ക് ഡ്രൈ ഷീറ്റാണ് കേട്ടോ. ഇത് എനിക്ക് ഫസ്റ്റ് ഡെലിവറിക്ക് ഒരുപാട് യൂസ് വന്ന ഒരു 6 months വരെ ഞാൻ ഒരുപാട് യൂസ് ചെയ്തൊരു പ്രൊഡക്റ്റാണ് ഈ ഡ്രൈ ഷീറ്റ് എന്ന് പറഞ്ഞാൽ. കാരണം നമുക്ക് ബേബി യൂറിൻ പാസ് ചെയ്യുമ്പോഴോ മോഷൻ പാസ് ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ ബെഡ്ഷീറ്റിലോ നമ്മുടെ മേത്തൊന്നും ആവാതിരിക്കും ഈ ഒരു ഡ്രൈ ഷീറ്റ് ഉണ്ടെങ്കിൽ. ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. എല്ലാവരും എന്തായാലും ഇത് മേടിക്കണമെന്നേ ഞാൻ പറയത്തുള്ളൂ. നമ്മൾ സത്യം പറഞ്ഞ് ഈ ഒരു ചൂടുകാലത്തൊന്നും ഒരുപാട് നമ്മൾ ബേബീസിൻ്റെ ഡയപ്പറൊക്കെ യൂസ് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. ഞാൻ ഫസ്റ്റ് ബേബീനെ പീഡിയാട്രീഷ്യനൊക്കെ കാണിക്കുമ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എന്തായാലും ഈ വൈറ്റ് ക്ലോത്ത് കോട്ടൻ്റെ ക്ലോത്താണ് പിള്ളേരെ യൂസ് ചെയ്യാവുള്ളൂ, ഡയപ്പർ യൂസ് ചെയ്യരുത്, യൂസ് ചെയ്യുന്ന അത്ര നല്ലതല്ലെന്ന്. അതുകൊണ്ട് ഞാൻ 6 months വരെ ഫസ്റ്റ് ബേബിക്ക് ക്ലോത്ത് മാത്രമാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഡയപ്പർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നൈറ്റ് ടൈമിലൊക്കെ ആയിരുന്നു.
അപ്പം ഞാൻ ഈ ഡ്രൈ ഷീറ്റിൻ്റെ കാര്യം പറയാം. ഈ ഒരു ഡ്രൈ ഷീറ്റ് ഞാൻ ഷോപ്പിൽ നിന്നാണ് മേടിച്ചത്. ഇത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആണ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു മീഡിയം സൈസിലുള്ള 2 ഷീറ്റാണ് കേട്ടോ ഞാൻ മേടിച്ചത്. ഇതൊരു 2 ഷീറ്റിനോട് കൂടി ഒരു 600 രൂപ ഒരു റേഞ്ച് വരും. ഈ ഒരു മീഡിയം സൈസിലുള്ള ഒരെണ്ണം ഞാൻ കട്ട് ചെയ്തിട്ടില്ല. ഇത് ഞാൻ വാഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു സൈഡ് ഇങ്ങനത്തെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. അതായത് നമുക്ക് ബേബീനെ കിടത്തുന്നതൊക്കെ നമ്മൾ ഈ ഒരു സൈഡിലാണ്. ഇതിൻ്റെ ബാക്ക് വശം എന്നാന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് ആയിട്ടുള്ളൊരു ഇത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ബേബി യൂറിൻ പാസ് ചെയ്താലൊക്കെ നമ്മുടെ മേത്തോ മറ്റേ ബെഡ്ഷീറ്റിലോ ഒന്നും ആകാതെ ഇരിക്കും. പെട്ടെന്ന് തന്നെ ഇതിൻ്റെ അന്ന് യൂറിൻ അബ്സോർബ് ആവും കേട്ടോ. അതുകൊണ്ട് ബേബീസിനാണെങ്കിലും വേറെ ഡിസ്കംഫർട്ടോ ബുദ്ധിമുട്ടോ ഒന്നും വരത്തില്ല. അപ്പോൾ ഞാൻ ഒരെണ്ണം ഇങ്ങനെ തന്നെ ഈ ഒരു സൈസിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. കട്ട് ചെയ്തിട്ടൊന്നുമില്ല. ബാലൻസ് വന്ന മീഡിയം സൈസിൻ്റെ 2 എണ്ണം ഞാൻ ഇങ്ങനെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഒരു ഷീറ്റിന് ഈ ഒരു വലിപ്പം വരും. പിന്നെ ഞാൻ അതിനെ വീണ്ടും കട്ട് ചെയ്ത് ഇങ്ങനത്തെ ചെറിയൊരു പീസോടെ ആക്കിയിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഹോസ്പിറ്റലിൽ പറഞ്ഞല്ലോ, ഞാൻ ഒരുപാട് ഡയപ്പർ അങ്ങനെ യൂസ് ചെയ്യാറില്ല ബേബീസിന്. അതുകൊണ്ട് നമുക്ക് ഇപ്പം നമ്മൾ വൈറ്റ് ക്ലോത്ത് ഉടുപ്പിച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ ഇടയിൽ ഇത് വെക്കുകയാണെങ്കിൽ നമ്മുടെ മേത്താവാതെ ഇരിക്കും. അപ്പം ഇങ്ങനത്തെ ചെറിയ ഒരു പീസ് മതിയല്ലോ അതിന് വേണ്ടിയിട്ട്. അതിനാണ് ഞാൻ 2 ചെറിയ ഷീറ്റ് എടുത്തിരിക്കുന്നത്. അപ്പം ഈ ഡ്രൈ ഷീറ്റ് കൂടി നമുക്ക് ഈ ഒരു കവറിലാക്കിയിട്ട് ബാസ്ക്കറ്റിൽ വെക്കാം. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് വെച്ചാൽ ബേബിയുടെ വൈപ്സ് ആണ് കേട്ടോ. ഇത് 99% വാട്ടർ കണ്ടന്റ് ഉള്ള വൈപ്സ് ആണ്. വാട്ടർ കണ്ടന്റ് ഉള്ള വൈപ്സ് ആണ് ബേബീസിന് നമ്മൾ യൂസ് ചെയ്യാവുള്ളൂ. അപ്പോൾ ഞാനിതൊരു ബോക്സ് മേടിച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഓൺലൈൻ മേടിച്ചതാണ്. ഇതിൻ്റെ 3 പാക്കിന് എന്തോ ഒരു 200 ബിലോ അങ്ങാണ്ടാണ് വന്നിട്ടുള്ളൂ. അപ്പോൾ അതിൽ ഒരു ബോക്സ് ഞാൻ ഈ ഒരു ബാഗിൽ വെക്കുന്നുണ്ട്. ഇത് മോഷൻ പോയതിന് ശേഷമൊക്കെ നമുക്ക് ബേബീസിനെ ക്ലീൻ ചെയ്യാനായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് 99% വാട്ടർ കണ്ടന്റ് ആയതുകൊണ്ട് ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. പിന്നെ ഞാൻ ഡയപ്പർ എടുക്കുന്നുണ്ട്. പക്ഷെ ഞാനത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം ഞാൻ ഡയപ്പർ ഓർഡർ ചെയ്തിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം വരുവാണെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് പാമ്പേഴ്സിൻ്റെയാണ് ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത്. അത് വന്നിട്ടില്ല. വരാത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ കാണിക്കാത്തത്. നിങ്ങൾക്ക് ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ആഡ് ചെയ്യാം. അത് നമുക്ക് ഈ പാമ്പേഴ്സിൻ്റെ നമ്മൾ ഒട്ടിക്കുന്ന ടൈപ്പ് ഡയപ്പറാണ് കേട്ടോ മേടിക്കാവുള്ളൂ. അതാണ് നമുക്ക് ന്യൂബോൺ ബേബീസിന് യൂസ് ചെയ്യാനായിട്ട് എളുപ്പം. അല്ലാത്തതൊക്കെ നമുക്ക് ലൂസായിരിക്കും. അപ്പോൾ അത് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വരാത്തതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാത്തത്. അതെന്തായാലും നിങ്ങൾ മേടിക്കണം. തുണി മാത്രം യൂസ് ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്. നമുക്ക് ഹോസ്പിറ്റലാകുമ്പോൾ 2 നമുക്ക് യൂസ്ഫുൾ ആണ്. പിന്നെ ഞാൻ ചെറിയൊരു നെയിൽ കട്ടർ മേടിച്ചിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ല നെയിൽസ് ഉണ്ടാവും ബേബീസിന്. അതുകൊണ്ട് അവർക്ക് ഫേസിലോ സ്കിന്നിലോ ഒന്നും സ്ക്രാച്ചസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയൊരു നെയിൽ കട്ടർ മേടിച്ചിരിക്കുന്നത്. അത് ഞാൻ ഇതിൻ്റെ അകത്ത് വയ്ക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആദ്യം മാറ്റി വെച്ചിരുന്ന നമ്മുടെ റിസീവ് ചെയ്യാനായിട്ടുള്ള ടർക്കി കൂടി ഇതിൻ്റെ അകത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഞാൻ ബേബിക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തതും മേടിച്ചതുമായിട്ടുള്ള സാധനങ്ങൾ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും വളരെ കുറച്ച് പ്രൊഡക്ട്സ് മാത്രമാണ് ഇതിൻ്റെ അകത്തുള്ളൂ. ഇത്രത്തിൻ്റെ ആവശ്യമുള്ളൂ നമുക്ക് സത്യം പറഞ്ഞാൽ. ഇത്രയും സാധനങ്ങൾ മേടിച്ചതിന് എനിക്ക് ഏകദേശം ഒരു ബിലോ 3000 ആ ഒരു റേഞ്ചാണ് കോസ്റ്റ് വന്നിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ ബേബി ക്യാരി ചെയ്യുന്ന ബെഡോ അങ്ങനത്തെ ഒന്നും ഞാൻ മേടിച്ചിട്ടില്ല. ഫസ്റ്റ് ഡെലിവറിക്കും ഫസ്റ്റ് ബേബിക്കും ഞാൻ അതൊന്നും യൂസ് ചെയ്തിട്ടില്ല. എനിക്ക് അതിൻ്റെ ഒന്നും വലിയ യൂസ് ഉണ്ടെന്ന് തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ മേടിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ പ്രാവശ്യവും ഞാനത് മേടിക്കുന്നില്ല. ഇനി യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നമ്മൾ വേണമെങ്കിൽ അത് മേടിക്കും. പക്ഷേ എൻ്റെ അത് യൂസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമ്മുടെ ബേബിക്ക് വേണ്ട സാധനങ്ങളെല്ലാം നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ബാസ്ക്കറ്റും ക്ലോസ് ചെയ്യും. ഞാനിപ്പോൾ ഒരു 35 വീക്സ് പ്രഗ്നൻ്റ് ആണ്. സത്യം പറഞ്ഞാൽ നമ്മളൊരു 32 വീക്സ് ആകുമ്പോഴത്തേക്ക് ഈ ബാഗൊക്കെ പാക്ക് ചെയ്ത് വെക്കണമെന്നാണ് പറയണേ. കാരണം നമുക്ക് എന്ത് എമർജൻസി എപ്പോൾ വരുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ കുറച്ച് ലേറ്റായി പോയി. എന്നിരുന്നാലും ഞാനിപ്പോൾ എല്ലാം അറേഞ്ച് ചെയ്ത് പാക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഇങ്ങനെ ഒരു ബാഗ് പാക്ക് ചെയ്ത് വെക്കണം ഡെലിവറി എടുത്തിരിക്കുന്നവർ. ഞാൻ ബേബിയുടെ ഡ്രസ്സസൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡിറ്റർജൻറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ യൂസ് ചെയ്യുന്ന ഡിറ്റർജൻറ്റ്. പക്ഷേ ഞാനിപ്പോൾ ഇതിൻ്റെ ഓർഡർ ചെയ്തതിൽ വന്നിട്ടില്ല. അതും ഇതിനകത്ത് ഞാൻ അതുകൊണ്ട് ഉൾപ്പെടുത്തുന്നില്ല. കുറേ പേര് എന്നോട് പറഞ്ഞായിരുന്നു ഞാൻ ഡെറ്റോളൊക്കെ യൂസ് ചെയ്യായിരുന്നു കേട്ടോ ബേബിയുടെ ഡ്രസ്സസൊക്കെ വാഷ് ചെയ്യാനായിട്ട്. അപ്പോൾ ഫസ്റ്റിൽ വാഷ് ചെയ്ത് വെച്ചപ്പോൾ അപ്പം കുറേ പേര് എന്നോട് പറഞ്ഞു ഡെറ്റോളൊന്നും യൂസ് ചെയ്യരുത്, അതൊന്നും നല്ലതല്ല
നല്ലതല്ല ബേബിയുടെ സ്കിന്നിനെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഈ പ്രാവശ്യം ഞാൻ ഒന്നിലും ഡെറ്റോളൊന്നും യൂസ് ചെയ്യുന്നില്ല. ആ ഒരു ഡിറ്റർജൻറ്റിൽ മാത്രമാണ് ഞാൻ വാഷ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാനത് ഓർഡർ ചെയ്തിട്ടുള്ളൂ, വന്നിട്ടില്ല. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് അല്ലാതെ ഹോസ്പിറ്റലിലോട്ട് എനിക്ക് പേഴ്സണലായിട്ട് വേണ്ട കുറച്ച് സാധനങ്ങളുണ്ടല്ലോ, അതായത് മേക്കപ്പ് ഐറ്റംസ് ആയിട്ടുള്ള സാധനങ്ങൾ. അതിന് ഞാനിങ്ങനെ ഒരു പൗച്ചിൽ ഞാൻ എടുത്തിരിക്കുന്ന ഒരു മോയ്സ്ചറൈസർ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ക്ലിപ്പ്, പിന്നെ ഒരു കോമ്പ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. പിന്നെ ഇതിൻ്റെ അകത്ത് കാണിക്കാൻ ഒരു മിറർ എടുത്തിട്ടുണ്ട്. അല്ലാതെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് അത്യാവശ്യം എന്ന് പറഞ്ഞത് നമ്മൾ 2 ബാൻഡ് കയ്യിൽ കരുതണം കേട്ടോ. നമുക്ക് നോർമൽ ഡെലിവറി ആയിക്കോട്ടെ സിസേറിയൻ ആയിക്കോട്ടെ, നമ്മൾ അവർ കൊണ്ടുപോകുമ്പോൾ നമ്മൾ 2 സൈഡിലും കൂടി പിന്നെ ഇട്ടിട്ട് ബുഷിട്ട് കെട്ടിവെച്ചാണ് കൊണ്ടുപോകുന്നത്. സത്യം പറഞ്ഞാൽ അതെനിക്ക് അറിയത്തുണ്ടായിരുന്നില്ല, ഞാനത് ബുഷൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതെനിക്ക് അത്യാവശ്യം നമ്മളത് മറക്കരുതെന്ന് ഓർത്ത് ഞാൻ ഈ പ്രാവശ്യം എന്തായാലും അത് ആദ്യമേ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ നെയിലൊക്കെ കട്ട് ചെയ്തിട്ട് പോവുക. ഞാൻ കട്ട് ചെയ്തിട്ടാണ് പോകുന്നത്, എന്നിരുന്നാലും ഞാനൊരു നെയിൽ കട്ടർ എടുക്കുന്നുണ്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നെയിൽ പോളിഷ് ഇട്ടിട്ടുണ്ടെങ്കിൽ നെയിൽ പോളിഷ് റിമൂവ് ചെയ്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ഞാൻ ഫസ്റ്റ് ഡെലിവറിയിൽ നിന്ന് ഞാൻ പഠിച്ച കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ അകത്ത് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ പൊട്ട്, ലിപ്സ്റ്റിക്ക്, അങ്ങനത്തെ സാധനം ചെറിയ ചെറിയ ഐറ്റംസ് ആണ്. പിന്നെ എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു കേട്ടോ ഫസ്റ്റ് സിസേറിയൻ കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഒരു കാജ ഓയിൽ എടുത്തിട്ടുണ്ട്. അത്ര ഐറ്റംസ് ഉള്ളൂ ഇതിൻ്റെ അകത്ത്. നമ്മൾ ഈ മേക്കപ്പ് ഐറ്റംസ് ഒക്കെ എടുക്കുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നെയിൽ പോളിഷ് റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ നെയിൽ പോളിഷ് റിമൂവർ എടുക്കുക, നെയിൽ കട്ട് ചെയ്യുക, തലമുടി 2 വശത്തും പിന്നിടാനായിട്ട് ബാൻഡ് എടുക്കുക. അത്രയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൂ ഹോസ്പിറ്റലിലോട്ട്. പിന്നെ ഞാൻ എൻ്റെ ഹാൻഡ് ബാഗിൽ 2 ചെറിയ ടിഷ്യൂവിൻ്റെ പാക്കറ്റ് എടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മുടെ പേഴ്സ് ഉണ്ട്, നമുക്ക് പൈസ, നമുക്ക് ആധാർ കാർഡ് ഇതെല്ലാം ഇതിൻ്റെ അകത്താണ്. അതുകൊണ്ട് പേഴ്സ് മറക്കാതെ എടുക്കണം. നമുക്കിപ്പോൾ ബേബിക്ക് നമ്മൾ പേരൊക്കെ നേരത്തെ നമ്മൾ കണ്ടു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മുടെ പേരൻസിൻ്റെ 2 പേരുടെ ആധാർ കാർഡൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ ആധാർ കാർഡൊക്കെ എന്തായാലും മറക്കാതെ എടുത്ത് വെച്ചോളൂ. അപ്പോൾ ഇത്ര ഐറ്റംസാണ് ഞാൻ എൻ്റെ ഹാൻഡ് ബാഗിൽ വെക്കുന്നത്. പിന്നെ നമ്മുടെ മൊബൈൽ ഫോണും ചാർജറും നമ്മൾ മറക്കാതെ എടുക്കുമല്ലോ, മറക്കാതെ എടുക്കേണ്ട ഒന്നാണ് മൊബൈൽ ഫോണും ചാർജറും. ഞാനിപ്പോൾ എന്തായാലും ഇതിൻ്റെ അകത്ത് വെക്കുന്നില്ല, വീഡിയോയിൽ നിങ്ങൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടി കാണിക്കണമെന്ന് മാത്രം. നമ്മളിപ്പോൾ ഡെലിവറിക്ക് നമ്മൾ പോകുന്നില്ലല്ലോ, നമ്മൾ പോകാൻ നേരത്ത് നമ്മളത് മറക്കാതെ എടുത്ത് വെക്കണം. ഫോണും ചാർജറും അത് നമുക്കിവിടെ മാറ്റി വയ്ക്കാം. പിന്നെ ഇതാണ് നമ്മുടെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് കേട്ടോ. എല്ലാ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ലേഡീസും നമ്മുടെ ഫസ്റ്റ് മന്ത് മുതൽ ലാസ്റ്റ് 9 മന്ത് വരെയുള്ള എല്ലാ സ്കാനിങ്ങിൻ്റെയും ബ്ലഡ് ടെസ്റ്റിൻ്റെയും എല്ലാ റിപ്പോർട്ട്സും നമ്മൾ കളക്ട് ചെയ്ത് സൂക്ഷിച്ച് വെക്കണം. അതിങ്ങനെ ഒരു ഫയലിലാക്കി നമ്മൾ ഈ ഒരു മെഡിക്കൽ ഫയൽ എന്തായാലും ഡെലിവറിക്ക് പോകുമ്പോൾ നമ്മൾ എല്ലാ പ്രാവശ്യം ഹോസ്പിറ്റൽ ചെക്കപ്പിന് പോകുമ്പോഴും കൊണ്ടുപോകുന്നതാണ്. എന്നിരുന്നാലും നമ്മൾ ഡെലിവറിക്ക് പോകുമ്പോൾ ഇത് മറക്കാതെ എടുക്കേണ്ട ഒന്നാണ്. അപ്പോൾ ഫസ്റ്റ് മന്ത് മുതൽ 9th മന്ത് വരെയുള്ള എല്ലാ റിസൾട്ടും ഇതിൻ്റെ അകത്തുണ്ട്. ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മൾ എടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ഇതിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഇതൊന്നും ഞാൻ പറയുന്നില്ല, ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ് ഇത് എന്തൊക്കെ എടുക്കണം വേണ്ട എന്നൊക്കെ ഉള്ളത്. നമ്മൾ ഹോസ്പിറ്റലായിരിക്കും നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് 2 പ്ലേറ്റ് എടുക്കുക. 2 നമ്മൾ എത്ര പേരാണ് നിൽക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ചുള്ള പ്ലേറ്റ് എടുക്കുക. അതുപോലെ ഞാൻ 2 സ്പൂണ്, 2 പ്ലേറ്റ്, 2 മഗ്, പിന്നെ ഒരു ചെറിയൊരു ഇങ്ങനത്തെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് കഞ്ഞിയോ എന്തെങ്കിലുമൊക്കെ മേടിക്കണമെങ്കിൽ പുറത്തുനിന്ന് ഫുഡ് മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു പാത്രം. പിന്നെ വേറെ ഇങ്ങനെ ഒരു അടപ്പുള്ളൊരു ബോക്സ് എടുത്തിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ നമുക്ക് വാഷ് ചെയ്ത് കട്ട് ചെയ്തൊക്കെ ഇട്ട് വെച്ച് കഴിക്കാൻ വേണ്ടിയിട്ടായിട്ടൊരു ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബോക്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വാട്ടർ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. വെള്ളം കുടിക്കണം, വെള്ളം ധാരാളം കുടിക്കണം എന്നാണ് പറയുന്നത്. അതുകൊണ്ടും വാട്ടർ ബോട്ടിൽ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എടുത്തിരിക്കുന്നത് ഫ്ലാസ്ക് ആണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതാണ് ഏറ്റവും നമുക്ക് അത്യാവശ്യം ഹോസ്പിറ്റലിലോട്ട് മറക്കാതെ നമ്മൾ എടുക്കേണ്ട ഒന്ന്, ഫ്ലാസ്ക്. കാരണം ഞാൻ സർജറിയൊക്കെ കഴിഞ്ഞ് കിടന്നപ്പോൾ നമുക്ക് ICUലോട്ട് അവർ ചായയൊക്കെ തരാൻ വേണ്ടിയിട്ട് നമ്മൾ ചായയുടെ ചൂടൊക്കെ ആറാതിരിക്കാൻ വേണ്ടി ചായ മേടിക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് യൂസ് വന്നതാണ് ഫ്ലാസ്ക്. ഇത് ഫസ്റ്റ് ഡെലിവറിക്ക് ഞാൻ എടുത്തതാണ്. പിന്നെ എനിക്ക് അങ്ങനെ ഹോസ്പിറ്റലിൽ അങ്ങനെ ആവശ്യമൊന്നും വന്നിട്ടില്ല. ഇപ്പം ഞാനിത് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഡെലിവറി കഴിഞ്ഞിട്ട് ആദ്യം നമുക്ക് പിറ്റേ ദിവസം തരുന്നത് ഓപ്പറേഷൻ ചെയ്തവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ICUലോട്ട് നമുക്ക് അവർ പറയുന്നത് ഒരു കട്ടൻ ചായയും വേറെ എന്തെങ്കിലും കറിയൊന്നും ഇല്ലാതെ എന്തെങ്കിലും ഫുഡ് ഐറ്റംസും ആണ് നമുക്ക് കഴിക്കാൻ ആദ്യമേ തരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്ലാസ്ക് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ട എന്താണെന്ന് വെച്ചാൽ ഞാൻ ഹോസ്പിറ്റലിൽ
അവിടെ ചെന്നതിന് ശേഷം മേടിച്ചാണ് ഫസ്റ്റ് ഡെലിവറിക്ക് 2 പ്ലാസ്റ്റിക്കിന്റെ ബക്കറ്റ് മേടിച്ചായിരുന്നു കേട്ടോ. കാരണം നമുക്ക് ഈ ഡ്രസ്സ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, എൻ്റെ അല്ല ബേബിയുടെ എന്തായാലും ഡ്രസ്സസ് വരുമല്ലോ, അത് നമുക്ക് അവിടെ തന്നെ വാഷ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് 2 അടപ്പുള്ള പ്ലാസ്റ്റിക്കിന്റെ ബക്കറ്റ് മേടിച്ചിരുന്നു. അത് ഞാൻ ഇതിനകത്ത് കാണിക്കുന്നില്ല, നിങ്ങൾ ഒന്നെങ്കിൽ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് മേടിച്ചാൽ മതി, അല്ലെങ്കിൽ നമുക്ക് വീട്ടിലുണ്ടെങ്കിലും നമുക്കത് എടുക്കാം. ഇതിൽ നിങ്ങൾക്ക് എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ വളരെ ചുരുങ്ങിയ രീതിയിലാണ് ഓരോ സാധനങ്ങൾ എടുത്തിട്ടുള്ളൂ. ഇനി എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ഒരു സജഷനിൽ എന്തെങ്കിലുമൊക്കെ വേണമെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് എന്നോട് പറയാം, കമൻ്റായിട്ട് പറഞ്ഞാൽ മതി. എന്തായാലും ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നതിനേക്കാളും മുന്നേ നിങ്ങൾ ഈ വീഡിയോ കാണും. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഞാനത് അതിൻ്റെ അകത്ത് ആഡ് ചെയ്തോളാം. ഇനി ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് പാക്ക് ചെയ്തതിൽ എന്തെങ്കിലും കൂടുതലായിട്ട് തോന്നുവാണെങ്കിൽ അത് പറഞ്ഞാൽ മതി. അതിനങ്ങനെ യൂസേജ് ഇല്ലെങ്കിലും അതും പറഞ്ഞാൽ മതി കേട്ടോ. കാരണം ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് ഡിഫറെൻ്റ് ആണല്ലോ. ഞാനിത് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് പാക്ക് ചെയ്ത വീഡിയോ ആയതുകൊണ്ട് എനിക്കിതൊക്കെ എന്തായാലും യൂസസ് വരുമെന്ന് ഉറപ്പായിട്ടുള്ളൊരു ഇതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര സാധനങ്ങളൊക്കെ എടുത്തത്. ഫസ്റ്റ് ഡെലിവറിക്ക് എനിക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളും ആയിരുന്നു, എന്തൊക്കെയാവുമെന്നും അറിയത്തില്ലാത്തതുകൊണ്ട്. പക്ഷെ ഇപ്പോൾ ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്, എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ടെന്നുള്ളൊരു ഹാപ്പിനെസ്സും എനിക്കുണ്ട്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു. ഫസ്റ്റ് എൻ്റെ ഡെലിവറി പാക്കിംഗ് വീഡിയോ ഒരുപാട് പേര് കണ്ടു കേട്ടോ. ഒരുപാട് പേര് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഭയങ്കര പ്രൗഡുമാണ്, ഭയങ്കര സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഈ വീഡിയോസും നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുമെന്നാണ് എനിക്കൊരു ഒരു വിശ്വാസം. ഇപ്പം ഞാൻ 35 വീക്സ് പ്രഗ്നൻ്റ് ആണ്. ഇനി ഒരു 2-3 വീക്സോടെ മാത്രമേ ഉള്ളൂ. ഇനി എനിക്ക് ലാസ്റ്റ് ഒരു ചെക്കപ്പ് കൂടി ഉണ്ട്. അപ്പോൾ എല്ലാവരും എന്തായാലും പ്രാർത്ഥനയിലേക്ക് ഓർക്കുക. ഞാൻ നോർമൽ ഡെലിവറിയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നതും ആഗ്രഹിക്കുന്നതും. അതുപോലെ തന്നെ ആവാൻ ഇപ്പം നോർമൽ ഡെലിവറി ആണെങ്കിലും സിസേറിയൻ ആണെങ്കിലും ബേബിക്കും എനിക്കും കുഴപ്പമൊന്നുമില്ലാതെ നല്ല രീതിയിൽ ഇരിക്കാൻ എല്ലാവരും പ്രാർത്ഥനയിൽ ഓർക്കണം. വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഏറ്റവും കുറഞ്ഞ കോസ്റ്റിൽ നമ്മളൊരു ബാഗ് പാക്ക് ചെയ്തിരിക്കുന്നതാണ്. കാരണം സാധാരണക്കാർക്കും എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ, പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുമ്പോൾ എല്ലാ വുമൻസിൻ്റെ ആഗ്രഹമാണ് ഇങ്ങനെയൊക്കെ പാക്ക് ചെയ്യണം, എൻ്റെ ബേബിക്ക് വേണ്ടിയിട്ട് എല്ലാം നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കണം എന്നൊക്കെ എല്ലാവരുടെയും ആഗ്രഹമായിരിക്കും. അതുകൊണ്ട് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഞാൻ ഈ ഒരു ബാഗ് പാക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ബേബിക്ക് വേണ്ടിയിട്ട് വന്ന പ്രൊഡക്ട്സിന് എന്തായാലും ഒരു ബിലോ 3000 ആ ഒരു റേഞ്ച് ആയിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇനിയിപ്പോൾ സംശയം എന്തെങ്കിലുമൊക്കെ ഉണ്ട്, ഓരോന്നിൻ്റെ റേറ്റ് ഒക്കെ അറിയണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. ഞാൻ മാക്സിമം ഓരോന്നിൻ്റെ റേറ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി അറിയണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ കമൻറ്റിൽ പറയാം. അതുപോലെ തന്നെ എനിക്ക് എടുത്തിരിക്കുന്ന സാധനങ്ങൾക്കും ഒരുപാട് റേറ്റ് ഒന്നും വന്നിട്ടില്ല. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഫ്രോക്ക് നൈറ്റി, അങ്ങനെ നൈറ്റീസ് അതൊക്കെ ഒരു ഒരെണ്ണത്തിനൊരു 200-250 ബിലോ 300 ആ ഒരു റേറ്റൊക്കെ ഒരെണ്ണത്തിന് വരുന്നുള്ളൂ. അങ്ങനെ ഒരു 3-5 എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ തോർത്ത് ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണല്ലോ, ബെഡ്ഷീറ്റൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവും. അങ്ങനെ സെപ്പറേറ്റ് അങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും ഞാൻ എനിക്ക് വേണ്ടി അങ്ങനെ ഈ പ്രാവശ്യം മേടിച്ചിട്ടില്ല. ടോയ്ലറ്ററീസ് അങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെയാണ് കൊണ്ടുപോകാനായിട്ട് മേടിച്ചിരിക്കുന്നത്. അതിനൊക്കെ ഒരു 1000-1100 എല്ലാ സാധനങ്ങളും കൂടി ആയിട്ടുള്ളൂ. പിന്നെ ഇതിങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ എന്തായാലും ഉള്ളതാണല്ലോ, ഈ പാത്രങ്ങളും സാധനങ്ങളും ഒക്കെ. അപ്പൊ എന്തായാലും ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീഡിയോ ആണ്. എല്ലാം കൂടി ഇപ്പൊ നമുക്കൊരു ബഡ്ജറ്റ് നോക്കുവാണെങ്കിൽ ഒരു 5000 ബിലോയേ ആയിട്ടുള്ളൂ. നിങ്ങൾ ഒരുപാട് പൈസ ഒന്നും കളഞ്ഞ് ഇങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും മേടിച്ചു കൂട്ടേണ്ട യാതൊരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ഇത്രത്തിൻ്റെയൊക്കെ ആവശ്യമേ ഉള്ളൂ. ഫസ്റ്റ് ഡെലിവറിയിൽ ഒരുപാട് സാധനങ്ങളെല്ലാം ഞാൻ കളയാതെ നല്ല നീറ്റായിട്ട് സൂക്ഷിച്ചുകൊണ്ട് എനിക്ക് സെക്കൻഡ് ഡെലിവറിക്ക് അത് ഒരുപാട് യൂസ്ഫുൾ ആയി. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാം, കുറേ സാധനങ്ങളൊക്കെ ഫസ്റ്റ് വീഡിയോയിൽ കണ്ട സാധനങ്ങളാണ്. കാരണം ഞാനത് നല്ലപോലെ എടുത്ത് സൂക്ഷിച്ച് വെച്ചത് കൊണ്ടാണ്. അപ്പം നിങ്ങളിപ്പോൾ ഫസ്റ്റ് ഡെലിവറി ആയിട്ടുള്ളവരാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങളത് പ്രൊഡക്ട്സ് ഒന്നും കളയാതെ നമ്മൾ സൂക്ഷിച്ച് വെക്കുക. നമുക്ക് സെക്കൻഡ് ഡെലിവറി ടൈമിൽ നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആകും എന്നെനിക്ക് ഉറപ്പാണ്. അപ്പം ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലുമൊക്കെ ഈ വീഡിയോസ് ഉപകാരപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് നല്ലതാണ്, ഉപകാരം ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ അറിയുന്നവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ഷെയറും ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകളൊക്കെ പറയുക. അപ്പം നമുക്ക് എന്തെങ്കിലും തിരുത്തലുകൾ വരുത്തണമെങ്കിൽ വരുത്താം, എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പം എന്തായാലും ബൈ.